ഏകദേശം 45 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാം ഈ പാടമായിരുന്നു. അപ്പം ടിപ്പുവിന്റെ പടയോട്ടക്കാലം കേട്ടിട്ടുണ്ടല്ലോ. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്താണ് ഇത് രക്ഷയില്ല വന്നപ്പോഴത്തേക്കും ഈ ഒരു ക്ഷേത്രത്തില് പൂജ നടത്തിക്കൊണ്ടിരുന്ന പൂജാരി നിവൃത്തിയില്ല വന്നു കഴിഞ്ഞപ്പം ജീവരക്ഷാർത്ഥം ഈ തേവാര വിഗ്രഹം കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ജീവരക്ഷാർത്ഥം ഓടിയതാണ്. ഓടി ഇവിടെ വന്ന് അപ്പൊ ഇവിടൊക്കെ അന്ന് ഈ വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയം. അപ്പൊ രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും അദ്ദേഹം ഈ കയ്യിലുണ്ടായിരുന്ന വിഗ്രഹം അടുത്തുണ്ടായിരുന്ന ഒരു കുളത്തിലോ ഈ തോട്ടിലോ കൊണ്ടോ നിക്ഷേപിക്കുകയായിരുന്നു ചെയ്തത്. അത് ഇവിടെ ഇപ്പൊ ഈ പറമ്പിന്റെ അപ്പുറത്ത് കാണുന്ന അതൊരു ക്രിസ്ത്യാനിയുടെ വീടാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം സ്വപ്ന ദർശനം ഉണ്ടാകുകയും ഇങ്ങനെ കൃഷ്ണന്റെ ഒരു വിഗ്രഹം ഇവിടെ മണ്ണിനടിയിൽ കിടക്കുന്നു, അത് എത്രയും വേഗം പുറത്തെടുത്ത് ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച് പിന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ തുടങ്ങണമെന്നും ഒക്കെയുള്ള സ്വപ്ന ദർശനം അദ്ദേഹത്തിനുണ്ടായി. അപ്പം ക്രിസ്ത്യാനിക്ക് ആണിങ്ങനെ ഈ ദർശനം ഉണ്ടായത്. അത് കാരണം ആദ്യം അതിനെ തുടർന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു തുടക്കം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഈ സർവ്വമതസ്ഥരായിട്ടുള്ള ജാതിമത ഭേദം എന്നേ സർവരും ഈ ക്ഷേത്രവുമായിട്ട് ഇതിൻ്റെ ഇപ്പോൾ ഉത്സവമായിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് എല്ലാം അവർ സംബന്ധിക്കുന്നുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് തന്നെ ഈ CSI സഭയിൽ നിന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ രണ്ടായിട്ട് നിൽക്കേണ്ടതല്ല, ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ്, അത് സമാന ചിന്താഗതിയുള്ള കാര്യങ്ങളുടെ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നും പറഞ്ഞൊരു സജഷൻ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളത് സർവാത്മന സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ അഷ്ടമിരോഹിണി ഉത്സവമാണ് നടക്കുന്നത്. ഇപ്പം ഈ പടച്ചര ഭഗവാന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ ഇന്നും ഒരു പരാജയം ഉണ്ടായിട്ടില്ല. 5 പൈസ പോലും കയ്യിലില്ലാതെയാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ഒരിക്കലും അത് പരാജയപ്പെട്ടതായിട്ട് ഇന്ന് വരെ ഒരനുഭവമില്ല. ഉത്സവത്തിന്റെ 5-ാം ദിവസമാണ്. 5-ാം ദിവസം ഇന്നലെയാണ് രുക്മിണി സ്വയംവരമൊക്കെ ആയിരുന്നു പ്രധാന വഴിപാട്. ഇന്നിപ്പം ഈ സർവൈശ്വര്യ പൂജയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പം അദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് തയ്യാറായി വന്നിരിക്കുന്ന വനിതകളാണ് അവിടെ പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും അതിൻ്റെ ഒരു ഭാഗമാക്കാണ്. നമുക്ക്